എല്ലാവർക്കും നമസ്കാരം. സാധാരണയായി കുട്ടികളെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ വലിയൊരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് അവൻ ഭയങ്കര നാണം കുണുങ്ങിയാണ്, അവൾ മറ്റുള്ളവരോട് ആരോടും മിണ്ടുന്നില്ല, ഉൾവലിയുന്ന ഒരു സ്വഭാവമാണ്, ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അകത്തേക്ക് മാറും, വിളിച്ചാൽ വരില്ല, അല്ലെങ്കിൽ അവരോട് റെസ്പോണ്ട് ചെയ്യില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്കണ്ഠയാണ്. എൻ്റെ കുഞ്ഞ് വളരെ ഉൾവലിയുന്ന ഒരു സ്വഭാവക്കാരനായി തീരുമോ, അല്ലെങ്കിൽ സ്വഭാവക്കാരിയായി തീരുമോ? ഇത് ഈ സാമൂഹ്യ തലത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ? അവർ വളർന്നു വരുമ്പോൾ എങ്ങനെ ഈ സൊസൈറ്റിയുമായിട്ട് ഉൾച്ചേർന്ന് പോകും എന്നൊക്കെയുള്ളത്. ശരിയാണ്, മാതാപിതാക്കളോടൊപ്പം മറ്റ് എല്ലാ മുതിർന്നവർക്കും ഉള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈ കുട്ടികളുടെ ഈ രീതിയിലുള്ള ഒരു ഉൾവലിയൽ. അതിന് ഒരു കാര്യം ചെയ്യാം. വേനലവധിക്കാലം ഒരു സാമൂഹ്യ സമ്പർക്കത്തിന് വേണ്ടിയിട്ട് കൂടി കുട്ടികൾക്ക് സമയം രൂപവൽക്കരിച്ചു കൊടുക്കാം. മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപഴകണം, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് ഒരു സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത്. ഇതിനായി നമുക്ക് ചെയ്യേണ്ട കാര്യം, കുട്ടികളുമായിട്ട് ആദ്യം ഫാമിലിയിൽ ഒരു നല്ല ഒരു കോപ്പറേഷനും കമ്മ്യൂണിക്കേഷനും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഭാഷാപരമായിട്ടും ആശയപരമായിട്ടും ഫാമിലിയിലുള്ള മറ്റുള്ളവരുമായിട്ട് എങ്ങനെയൊക്കെ സമ്പർക്കങ്ങളിൽ ഏർപ്പെടാം. ആദ്യം ചെയ്യേണ്ടത് ഒരു ഫാമിലി ടൈം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ജോലിയെല്ലാം കഴിഞ്ഞ് വരുന്ന മാതാപിതാക്കളും വീട്ടിൽ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് സ്വന്തമായൊരു സമയവുമായിട്ട് വന്നിരിക്കുന്ന കുട്ടികളുമെല്ലാം ഉൾച്ചേരുന്ന ഒരു സമയം, അതിനാണ് നമ്മൾ ഫാമിലി ടൈം എന്ന് പറയുന്നത്. അതൊരു ക്വാളിറ്റി ടൈമെന്നോ ഇഫക്റ്റീവ് ടൈമെന്നോ എല്ലാം അതിനെ നമുക്ക് വിളിക്കാം. കാരണം ഓരോരുത്തരും അവരവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആ കുടുംബത്തെ മുഴുവനും കുടുംബത്തിൻ്റെ ഒരു തലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണ്. ഇവിടെ അച്ഛനും അമ്മയുമായിട്ട് അല്ലെങ്കിൽ പപ്പയും മമ്മിയുമായിട്ട് കുട്ടികൾക്ക് സംസാരിക്കുവാനും ചേട്ടനും ചേച്ചിയുമായിട്ടെല്ലാം സംസാരിക്കുവാനുള്ള ഒരു വേദിയാണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, മുതിർന്നവർ മനസ്സിലാക്കട്ടെ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഭാഷയുടെ ചാതുര്യം കുറവാണ്. അതിനാൽ അവർ പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം. അതെല്ലാം ഏറ്റവും സന്തോഷത്തോടു കൂടിയും ഉത്സാഹത്തോടു കൂടിയും അവരെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ പറഞ്ഞു കൊടുക്കുവാനും അല്ലെങ്കിൽ അവരെ തിരുത്തുവാനും നിങ്ങൾ മുതിർന്നവർ ബോധ്യമുള്ളവരായിരിക്കുക. ഒരു കുട്ടി പറയുന്ന ഒരു കാര്യത്തിന് പെട്ടെന്ന് ശകാരിക്കുകയോ ശാസിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവനിൽ രൂപപ്പെടുന്ന ഒരു മാനസിക അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ ശരിയല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കില്ല എന്നതൊക്കെയാണ്. കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അത് മാതാപിതാക്കൾ മനസ്സിലാക്കുക, മുതിർന്നവരും മനസ്സിലാക്കുക. അപ്പോൾ കുട്ടികൾക്ക് ആദ്യത്തെ ആശയവിനിമയ അല്ലെങ്കിൽ സമ്പർക്ക മാധ്യമമാക്കി തീർക്കേണ്ടത് നമ്മുടെ വീടുകൾ തന്നെയാണ്, ഫാമിലി ടൈമിലാണ്. ഇനി അവിടെ കുട്ടികൾ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾക്കും നമ്മൾ വില നൽകുക, വില കൽപ്പിക്കുക. ഇനി ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഫീഡ്ബാക്കുകൾ കൊടുക്കണമെങ്കിൽ അവിടെ വെച്ച് തന്നെ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തന്നെ നമ്മൾ കൊടുക്കുക. ഇതിലൂടെ അവർ പഠിക്കുന്നൊരു കാര്യം, സ്വന്തമായ ആശയങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കാനും അതിന് ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ, കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും അത് തിരുത്തേണ്ടടുത്ത് തിരുത്തുവാനും അവൻ സന്നദ്ധനാകുന്നു. അങ്ങനെയാണ് നമ്മൾ ആദ്യമേ തന്നെ ആ ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ സോഷ്യലൈസേഷനിലേക്ക് വളർത്തുന്നത്. ഇനി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, മാതാപിതാക്കൾ മക്കളുമായിട്ട് പൊതുസ്ഥലങ്ങൾ സന്ദർശിക്കട്ടെ, പൊതുവാഹനങ്ങളിൽ അവർ യാത്ര ചെയ്യട്ടെ. പൊതുവാഹനങ്ങളിൽ കുട്ടികളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അവർ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരും കൂടി ഉപയോഗിക്കുന്ന ഒരു പ്രൈവറ്റ് ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിൽ എപ്പോഴാണ് കയറിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥമായി ഇരിക്കാനായിട്ട് സ്ഥലം കിട്ടുന്നുണ്ടെങ്കിൽ ഇരിക്കുക. ആ സ്ഥലം നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആ സ്പേസ് മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലം മറ്റുള്ളവർക്ക് ഇരിക്കാൻ കൂടി ഉള്ളതാണ്. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി മാറ്റിവെക്കാനും എൻ്റെ സ്ഥലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും നമ്മളവരെ പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ബസ്സിൽ ടിക്കറ്റ് എടുക്കുക, ടിക്കറ്റ് സൂക്ഷിക്കുക, ടിക്കറ്റ് പൈസ കൊടുക്കുക. ആ പൈസ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടക്ടറോട്, മാതാപിതാക്കൾ കാണിക്കുന്നതാണ് കുട്ടികൾ കണ്ടുപഠിക്കുന്നത്. അപ്പോൾ കണ്ടക്ടർ ഒന്ന് ചിരിച്ചുകൊണ്ട് നമ്മൾ പൈസ കൊടുക്കുന്നു, ഇത് കുട്ടി ശ്രദ്ധിക്കും. നിങ്ങൾ എപ്പോഴും ഓർത്തുകൊള്ളുക,
കുട്ടികൾ പഠിക്കുന്നത് ഒബ്സർവേഷൻ ലേണിങ്ങിലൂടെയാണ്. അതായത് കണ്ടുപഠിക്കുന്നു. എന്താണ് അവരുടെ മുന്നിലുള്ളവർ ചെയ്യുന്നത് അതുപോലെ ചെയ്യുവാനായിട്ടാണ് കുട്ടികൾ കൂടുതലായിട്ട് ഉത്സാഹിക്കുന്നത്. അതിനാൽ മാതാപിതാക്കൾ പൊതുവാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മര്യാദപരമായിട്ട് ചെയ്യേണ്ടത് എന്ന് അവർ ആദ്യം ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികളും അത് പഠിക്കുന്നു. അത് തന്നെ ചെയ്യുവാനായിട്ട് അവർക്കും ഒരു ഉത്തേജനം ലഭിക്കുന്നു. ഇതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ പോവുക. പാർക്കുകൾ, ആശുപത്രികൾ, അനാഥാലയങ്ങൾ അല്ലെങ്കിൽ വൃദ്ധമന്ദിരങ്ങൾ ഇതെല്ലാം സന്ദർശിക്കാനായിട്ട് മുതിർന്നവരുമായിട്ട് അല്ലെങ്കിൽ മാതാപിതാക്കളുമായിട്ട് കുട്ടികളെ നിങ്ങൾ കൊണ്ടുപോവുക. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മുതിർന്നവരും മാതാപിതാക്കളും നല്ല മാതൃകകൾ കുട്ടികൾക്ക് കൊടുക്കുക. നല്ല വാക്കുകളും ആശയങ്ങളും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. അപ്പോൾ ഇതെല്ലാം അവർ കണ്ടു പഠിക്കുകയാണ്. പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം അവിടെ നടന്ന കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ അവരൊരു ആശുപത്രിയിൽ ചെന്നു, രോഗികളെ കണ്ടു, അവരുടെ രോഗത്തെക്കുറിച്ച് അന്വേഷിച്ചു, അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. ഇതെല്ലാം വീട്ടിൽ നിന്ന് അവർ സംസാരിക്കുന്നു. ഇങ്ങനെ സംസാരിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെക്കുറിച്ചും ആളുകളെക്കുറിച്ചും പറയുവാനും അത് ആശയപരമായിട്ട് പങ്കുവയ്ക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകും ഈ സമൂഹം എന്ന് പറയുന്നത് ഡേഞ്ചർ ആയിട്ടുള്ളൊരു സോണല്ല, മറിച്ച് വളരെ പരിചയകരമായ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, നമ്മളെ ഉൾക്കൊള്ളുവാൻ പറ്റുന്ന നല്ലൊരു സ്പേസാണ്. ഇങ്ങനെ നമുക്ക് കുട്ടികളിൽ നല്ല ഒരു സാമൂഹ്യ സമ്പർക്കം, സോഷ്യലൈസേഷൻ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. Grab your opportunity right now. കൊച്ചിയിൽ ഹോട്ടൽ മാനേജ്മെന്റ് പഠനത്തോടൊപ്പം ജോലിയും സൗജന്യ താമസവും ഭക്ഷണവും അത്യപൂർവ ഓഫറുകളുമായി DPaul IMD. വിൻസെന്റ് സഭയുടെ നേതൃത്വത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചിയുടെ ഹൃദയഭാഗത്ത് 10 വർഷത്തെ വിസ്മയ മികവുമായി DPaul ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. കോഴ്സുകൾ: ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് പ്രൊമോട്ടഡ് ബൈ BSS, സർട്ടിഫിക്കറ്റ് ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് promoted by BSS, Advanced Diploma in Chef Training, certified by State Council. പഠനത്തോടൊപ്പം 5-star 4-star ഹോട്ടലിൽ പരിശീലനം. DPaul പ്രൊഡക്ഷൻ ലാബിൽ 300ഓളം വിഭവങ്ങളുടെ പ്രായോഗിക പരിശീലനം. ഫോറിൻ ലാംഗ്വേജ് ആൻഡ് സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് പ്ലേസ്മെന്റ് ഗ്രൂമിംഗ്. ഇനി ഹോട്ടൽ മാനേജ്മെന്റ് പഠനം DPaul IMD-യിൽ. DPaul IMD, SRM Road, Kochi. Call 9526 155589 9656 117063. DPaul IMD, DPaul Institute of Management Development. സിനിമ ടെലിവിഷൻ രംഗത്ത് തൊഴിലധിഷ്ഠിത മാധ്യമ കോഴ്സുകളുമായി സീഡിറ്റ് സിഡ്കോ അംഗീകാരത്തോടുകൂടെയും ഗുഡ്നസ് ടിവിയുടെ സഹകരണത്തോടെയും എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം ഗുഡ്നസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ, ഗിഫ്റ്റ്, കൊച്ചിൻ. സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഡിറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, സൗണ്ട് എഞ്ചിനീയറിംഗ്, ആക്ടിംഗ് തുടങ്ങി സിനിമ ടെലിവിഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മാധ്യമരംഗത്തുള്ള പ്രഗത്ഭരുടെ ക്ലാസുകൾ, ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള സ്റ്റുഡിയോസ്, ചാനലുകളിൽ പരിശീലനം, അർഹരായവർക്ക് മാധ്യമ സ്കോളർഷിപ്പുകൾ. വിവരങ്ങൾക്ക് ഗിഫ്റ്റ് കൊച്ചിൻ, മൊബൈൽ 9656 117063.